Dear students, സർഫസ് കെമിസ്ട്രിയുടെ ആദ്യത്തെ 2 സെക്ഷൻസ് അഡ്സോർപ്ഷനും കറ്റാലിസിസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അതിൻ്റെ മൂന്നാമത്തെ സെക്ഷനാണ് കൊളോയിഡ്സ്. അപ്പോൾ എന്താണ് കൊളോയിഡ്സ്? നമ്മൾ സൊല്യൂഷൻസ് പഠിച്ചതാണ് സെക്കൻഡ് ചാപ്റ്ററിൽ. അപ്പം സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഹോമോജീനിയസ് ആണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കറിയാം സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ 2 കമ്പോണൻസ് ഉണ്ട്, സോൾവെൻറ്റും സൊല്യൂട്ടും. അപ്പോൾ ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് ഈവൻ മൈക്രോസ്കോപ്പിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത് ഹോമോജീനിയസ് ആയിട്ട് തോന്നും. അതേസമയം ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഒരു സ്പൂൺ മണ്ണിട്ടു, ഒന്ന് സ്റ്റെർ ചെയ്തു, ഒന്ന് ഇളക്കി കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ മണ്ണ് അവിടെ സെറ്റിൽ ചെയ്യും. അവിടെ നമുക്ക് ആ മണ്ണിനെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത് സസ്പെൻഷനാണ്. അപ്പോൾ ഇത് രണ്ട് എക്സ്ട്രീം കേസുകളാണ്. ഒരിടത്ത് ഹോമോജീനിയസ് ആണ്, പാർട്ടിക്കിൾസിനെ കാണാനേ പറ്റുന്നില്ല. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഹെട്രോജീനിയസ് ആണ്, അവിടെ നമുക്ക് പാർട്ടിക്കിൾസിനെ വ്യക്തമായിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റും. ഈ 2 എക്സ്ട്രീം ഇടയിൽ നിൽക്കുന്ന ഒരു സിസ്റ്റമാണ് കൊളോയിഡൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ സൊല്യൂഷൻ വളരെ ക്ലിയർ ആണ്. സസ്പെൻഷൻ നമുക്കതിൻ്റെ താഴെ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇതിനിടയിലുള്ള ഒരു ടർബിഡ് ആയിട്ടുള്ള ഒരാളാണ് കൊളോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാർട്ടിക്കിൾസിൻ്റെ ശരിക്കും ഈ കൊളോയിഡ് എന്ന് പറയുന്നത് ട്രൂ സൊല്യൂഷനും ഉള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾസിൻ്റെ സൈസ് തന്നെയാണ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ സൊല്യൂഷൻ ആൻഡ് കൊളോയിഡ് ഈസ് ഡ്യൂ ടു ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ ട്രൂ സൊല്യൂഷൻ്റെ സൈസ്, പാർട്ടിക്കിളിൻ്റെ സൈസ് വളരെ ചെറുതാണ്. കൊളോയിഡ് എന്ന് സസ്പെൻഷൻ്റെ പാർട്ടിക്കിൾ വളരെ വലുതാണ്. ഈ രണ്ടിനും ഇടയിലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ സൈസാണ് ആർക്ക് വരുന്നത്? കൊളോയിഡ്സിന് വരുന്നത്. അതുപോലെ നമുക്ക് ട്രൂ സൊല്യൂഷൻ്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് അയോൺസോ മോളിക്യൂൾസോ ആണ്. അയോൺസോ മോളിക്യൂൾസ്. അതേസമയം സസ്പെൻഷൻ്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മാക്രോ മോളിക്യൂളാണ്. അത് സ്മോളർ മോളിക്യൂൾസ്, മാക്രോ മോളിക്യൂൾ എന്ന് പറയുമ്പോൾ മോളിക്യൂളിൻ്റെ സൈസ് വളരെ വലുതാണ്. ഇപ്പോൾ പ്രോട്ടീൻസ് അത് മാക്രോ മോളിക്യൂളാണ്. അപ്പോൾ അതിൻ്റെ ഒരു സിംഗിൾ മോളിക്യൂൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പോൾ ഒന്നുകിൽ മാക്രോ മോളിക്യൂൾസ് ആകാം, അല്ലെങ്കിൽ അഗ്രിഗേറ്റഡ് ആറ്റംസ്, അയോൺസ് ഓർ സിമ്പിൾ മോളിക്യൂൾസ്. അപ്പോൾ നമ്മൾ ട്രൂ സൊല്യൂഷനിൽ പറഞ്ഞ എന്തുവാണ്? പാർട്ടിക്കിൾസ് അയോൺസ് ഓർ മോളിക്യൂൾസ് എന്നാണ്. അപ്പോൾ ഈ അയോൺസ് ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് Na+Cl-, ഈ Na+ ഒരു പാർട്ടിക്കിൾ, Cl- ഒരു പാർട്ടിക്കിൾ. അപ്പോൾ ഇന്നത്തെ ഇഷ്ടം പോലെ Na+ഉം Cl- ഉണ്ട്. ഇതെല്ലാം പല പല പാർട്ടിക്കിൾസ്. അതായത് 10 NaCl നമ്മൾ ഡിസോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 മോൾസ് Na+ഉം 10 മോൾസ് Cl-ഉം അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുക. അതേസമയം ക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ മാക്രോ മോളിക്യൂൾസ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അയോൺസോ അല്ലെങ്കിൽ സിമ്പിൾ മോളിക്യൂൾസോ ആയിരിക്കും. പക്ഷേ അഗ്രിഗേറ്റഡ് ഫോം എന്ന് പറഞ്ഞാൽ എന്തുവാണ്? കുറച്ച് മെനി ആറ്റംസ് ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കും. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവരുടെ സൈസ് ചെറുതാണ്, പക്ഷേ 5-6 ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ സൈസ് വലുതാവും. അപ്പോൾ ട്രൂ സൊല്യൂഷൻ്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് സിമ്പിൾ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസ് ആണ്. നമ്മളെ കൊളോയിഡൽ സൊല്യൂഷൻ്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഒന്നുകിൽ മാക്രോ മോളിക്യൂൾസ് അല്ലെങ്കിൽ സിമ്പിൾ മോളിക്യൂൾ അയോൺസും ആകാം. ബട്ട് ദേ ആർ ഇൻ അഗ്രിഗേറ്റഡ് ഫോംസ്. കൂടിച്ചേരുമ്പോൾ അവിടെ സൈസ് സിംഗിൾ മോളിക്യൂൾസിനെ കാട്ടിയും വരും. ഇപ്പോൾ ഒരു സിംഗിൾ മോളിക്യൂൾ അതുപോലെയുള്ള 10 ചേർന്നിട്ട് ഒരു അഗ്രിഗേറ്റഡ് ഫോം ആകുമ്പോൾ അതിൻ്റെ സൈസ് വലുതായിരിക്കും. അപ്പോൾ അത് ട്രൂ സൊല്യൂഷൻ്റെ റേഞ്ചിൽ നിന്നും ഏതിലോട്ടെത്തും? കൊളോയിഡൽ പാർട്ടിക്കിൾസിൻ്റെ റേഞ്ചിലോട്ടെത്തും. അപ്പം നമുക്ക് ട്രൂ സൊല്യൂഷൻ്റെ പ്രത്യേകതകൾ നോക്കാം. നമ്മൾ പറഞ്ഞു സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ വളരെ ചെറുതാണ്. ദ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ. The particles do not settle down under the influence of gravity or any method. അതായത് ഇപ്പോൾ നമ്മൾ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ഉണ്ടാക്കി വെച്ചു. അത് കുറച്ച് കഴിയുമ്പോൾ സോഡിയം ക്ലോറൈഡ് അവിടെ താഴെ അടിയത്തൊന്നുമില്ല. അത് അപ്പോഴും അത് സൊല്യൂഷനായിട്ട് തന്നെ നിൽക്കും. ഇനി നമുക്കത് ഫിൽട്ടർ ചെയ്താൽ സോഡിയം ക്ലോറൈഡ് കിട്ടും? ഇല്ല. ദേ കനോട്ട് ബി ഫിൽട്ടേർഡ് ബൈ എ ഫിൽട്ടർ പേപ്പർ. എ ട്രൂ സൊല്യൂഷൻ ഈസ് ഹോമോജീനിയസ് ആൻഡ് ട്രാൻസ്പാരൻറ്റ്. അപ്പോൾ ട്രൂ സൊല്യൂഷൻ്റെ പ്രത്യേകതകളാണ്. In a true solution, the size of the particle is less than 1 nanometer.
particles do not settle down under the influence of gravity or by any method. They cannot be filtered by a filter paper. A true solution is homogeneous and transparent. ഇനി നമുക്ക് സസ്പെൻഷനിലോട്ട് പോകാം അല്ലേ. രണ്ട് എക്സ്ട്രീമുകളാണ്. The suspension size of the particle is greater than 1000 nanometer. The particles settle down under the influence of gravity. They can be filtered by ordinary filter paper. They are heterogeneous and opaque. So in a suspension, the size of the particle is greater than 1000 nanometer. Particles settle down under the influence of gravity. They can be filtered by ordinary filter paper. It is heterogeneous. നമുക്ക് രണ്ടായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഒപ്പാക്ക്. ഈ രണ്ടിനും ഇടയിൽ വരുന്ന ആളാണ് ആര്? കൊളോയിഡ്. അപ്പോൾ ട്രൂ സൊല്യൂഷൻ്റെ പാർട്ടിക്കിൾ സൈസ് ലെസ് ദാൻ 1 നാനോമീറ്റർ, ഇവിടെ ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ. അപ്പോൾ അതിനിടയിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ആർക്കിടയിലായിരിക്കും? 1 നാനോമീറ്ററിനും 1000 നാനോമീറ്ററിനും ഇടയിലാണ്. സോ ഇൻ കൊളോയിഡ്സ് particle size is in between 1 nanometer and 1000 nanometer. The particles do not settle down under the influence of gravity. They cannot be filtered by ordinary filter paper but can be filtered by ultra filters. അതായത് ഓർഡിനറി ഫിൽട്ടർ പേപ്പർ കൊണ്ട് നമുക്ക് അതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. കാരണം ഓർഡിനറി ഫിൽട്ടർ പേപ്പറിൻ്റെ ഹോൾസ് എന്ന് പറയുന്നത് നമ്മുടെ കൊളോയിഡ് പാർട്ടിക്കിൾസിനെക്കാട്ടിയും വലുതാണ്. അപ്പോൾ അതിനകത്ത് കൂടി കടന്നു പോകും. അൾട്രാ ഫിൽട്ടർ പേപ്പർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹോൾസിൻ്റെ സൈസ് വളരെ ചെറുതാണ്, പോഴ്സിൻ്റെ. അപ്പോൾ എന്ത് പറ്റും? ഈ പാർട്ടിക്കിൾസ് അവിടെ റീറ്റെയിൻ ചെയ്യും. ദേ ആർ ഹെട്രോജീനിയസ് ബട്ട് ട്രാൻസ്ലൂസൻറ്റ്. അപ്പോൾ ട്രൂ സൊല്യൂഷൻ ട്രാൻസ്പാരൻ്റ് ആയിരുന്നു, സസ്പെൻഷൻ ഒപ്പാക്ക് ആയിരുന്നു. പക്ഷേ കൊളോയിഡ്സ് എന്തുവാണ്? ട്രാൻസ്ലൂസൻ്റ് ആണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് നമുക്ക് ആ ഒരു കമ്പാരിസൺ നോക്കിയാൽ true solution particle size less than 1 nanometer, then if the particle do not settle down under the influence of gravity, it cannot be filtered by even ultra filters കൊണ്ട് പോലും നമുക്ക് അതിനെ ഫിൽട്ടർ ചെയ്യാൻ പറ്റില്ല. ഹോമോജീനിയസ് ആണ്, അതുപോലെ തന്നെ ട്രാൻസ്പാരൻറ്റുമാണ്. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ the size of the particle is greater than 1000 nanometer. The particles settle down under the influence of gravity. Then they can be filtered by ordinary filter paper and they are heterogeneous and opaque. Colloids എന്ന് പറയുമ്പോൾ the particle size is in between 1 nanometer to 1000 nanometer. Particles do not settle down under the influence of gravity. They cannot be filtered by ordinary filter paper but can be filtered by ultra filters. They are heterogeneous and translucent. ഇനി നമുക്ക് കൊളോയിഡ്സിൻ്റെ പ്രത്യേകത നോക്കാം. ഇപ്പോൾ ഈ കൊളോയിഡ്സ് പറയുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലൊരു എക്സാമ്പിൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ള സൊല്യൂഷൻ, അതായത് ഇപ്പം മിൽക്കൊക്കെ കൊളോയിഡ് ആണെങ്കിലും അതിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടാണ്. അതേസമയം നമ്മളെ കഞ്ഞിവെള്ളം, സ്റ്റാർച്ച് സൊല്യൂഷൻ, നമ്മൾ കെമിസ്ട്രിയിൽ പറയുമ്പോൾ കഞ്ഞിവെള്ളം എന്നല്ല പറയുന്നത്, സ്റ്റാർച്ച് സൊല്യൂഷനാണ് നമ്മൾ സാധാരണ കഞ്ഞിവെള്ളം. അതാണ് നമ്മുടെ മനസ്സിലിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ എങ്ങനെയാണ് ഈ സ്റ്റാർച്ച് സൊല്യൂഷൻ, നമ്മളെ കഞ്ഞിവെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വെള്ളം തിളപ്പിച്ചിട്ട് അരിയിട്ട് തിളയ്ക്കുമ്പോൾ ഈ അരിയിൽ കുറച്ച് സ്റ്റാർച്ച് എങ്ങോട്ട് വരുന്നത്? ഈ വെള്ളത്തിലോട്ട് വരും. അപ്പോഴാണ് അത് കഞ്ഞിവെള്ളമായിട്ട് മാറുന്നത്. ഇല്ലെങ്കിൽ വെറും വെള്ളമായിരുന്നു അല്ലേ? അപ്പോൾ നമ്മളെ കഞ്ഞിവെള്ളത്തിനകത്ത് 2 പേരുണ്ട്. ആരൊക്കെയാണ്? ഒന്ന് വെള്ളവും ഒന്ന് അരിയുടെ ആ സ്റ്റാർച്ച് പാർട്ടിക്കിൾ അല്ലേ? അപ്പോൾ കൊളോയിഡ്സ് ഹെട്രോജീനിയസ് സിസ്റ്റംസ് ആണ്, കണ്ടെയ്നിങ് 2 phases. ഏതൊക്കെയാണ്? ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. നമ്മളെ സൊല്യൂഷൻ പറയുന്നത് പോലെ തന്നെയാണ് അവിടെ സൊല്യൂട്ടും സോൾവെൻറ്റും എന്ന് പറയുന്നത് പോലെ ഇവിടെ 2 എണ്ണം ഉണ്ട്. ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ദ ഡിസ്പേർഷൻ മീഡിയം. അപ്പം ഞാനിപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം, വെള്ളത്തിലാണ് സ്റ്റാർച്ച് പാർട്ടിക്കിൾസ് ഇങ്ങനെ കിടക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ചെറിയ തരികൾ പോലെ ഇങ്ങനെ കിടക്കും അല്ലേ? അപ്പോൾ അവിടെ ആ മീഡിയം എന്ന് പറയുന്നത് വാട്ടറാണ് അല്ലേ? പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ആരാണ്? സ്റ്റാർച്ചാണ്. അപ്പോൾ കൊളോയിഡ്സ് ഒരു ഹെട്രോജീനിയസ് സിസ്റ്റം ദാറ്റ് കണ്ടെയ്നിങ് 2 phases. ഒന്ന് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം.
അപ്പോൾ ഇനി എന്താണ് ഈ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്? ദ സബ്സ്റ്റൻസ് which is dispersed, that is distributed, is called a dispersed phase, and the medium in which the particles are dispersed is called a dispersion the medium. So the substance which is dispersed, ആരാണ് ചിതറിക്കിടക്കുന്നത്, അതെന്തുവാണ്? ഡിസ്പേഴ്സ്ഡ് ഫേസ്. ആരിലാണോ, ഏത് മീഡിയത്തിലാണോ ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഡിസ്പേഴ്സ് ചെയ്ത് കിടക്കുന്നത്, അത് ഡിസ്പേർഷൻ മീഡിയം. അപ്പം നമ്മുടെ സ്റ്റാർച്ച് സൊല്യൂഷൻ എന്നേ നമ്മൾ കെമിസ്ട്രിയിൽ പറയുള്ളൂ. അതായത് നമ്മളെ സാധാരണ കഞ്ഞിവെള്ളത്തിനകത്ത് ആരാണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്? സ്റ്റാർച്ച് പാർട്ടിക്കിൾസ് ആണ് ഡിസ്പേഴ്സ്ഡ് ഫേസ്, വാട്ടർ ആണ് ഡിസ്പേർഷൻ മീഡിയം. സോ ഇൻ സ്റ്റാർച്ച് സൊല്യൂഷൻ, സ്റ്റാർച്ച് ഈസ് ദ ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് വാട്ടർ ഈസ് ദ ഡിസ്പേർഷൻ മീഡിയം. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിനി ക്ലാസിഫിക്കേഷനും ഒക്കെ പറയുമ്പോൾ ഈ രണ്ട് വാക്കുകളാണ് നമ്മളെപ്പോഴും പറയുന്നത്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. അപ്പോൾ കൊളോയിഡ് ഹെട്രോജീനിയസ് സിസ്റ്റമാണ്, 2 phases ഉണ്ട്, ഡിസ്പേർഷൻ മീഡിയം ആൻഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ്. ദ പാർട്ടിക്കിൾസ് വിച്ച് ആർ ഡിസ്പേഴ്സ്ഡ് ഈസ് കാൾഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ദ മീഡിയം ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ഡിസ്പേഴ്സ്ഡ് ഈസ് കാൾഡ് ഡിസ്പേർഷൻ മീഡിയം. ഇനി നമുക്ക് എല്ലാത്തിനും കൂടി ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നോക്കാം. നോക്കിക്കേ, പാർട്ടിക്കിൾ സൈസ് suspension greater than 1000 nanometer, solution less than 1 nanometer. So colloid in between 1 to 1000 nanometer. Separation, ordinary filtration possible, colloidum suspensionum impossible ആണ്, solutionum impossible ആണ്. Ultrafiltration എല്ലാത്തിനും അത് സസ്പെൻഷന് പോസിബിൾ ആണ്, കൊളോയിഡിന് പോസിബിൾ ആണ്, ട്രൂ സൊല്യൂഷന് പോസിബിൾ അല്ല. സെറ്റിലിംഗ്, സസ്പെൻഷൻ സെറ്റിൽഡ് അണ്ടർ ഗ്രാവിറ്റി, കൊളോയിഡ് സെറ്റിൽ ഓൺ സെൻട്രിഫിഗേഷൻ. അതായത് നമ്മൾ നോർമൽ ഗ്രാവിറ്റിയിൽ അത് ചെയ്യുന്നില്ല, സൊല്യൂഷനിൽ ഡസ് നോട്ട് സെറ്റിൽ. അപ്പിയറൻസ്, സസ്പെൻഷൻ ഒപ്പാക്കാണ്, കൊളോയിഡ് ട്രാൻസ്ലൂസൻ്റ് ആണ്, സൊല്യൂഷൻ എന്തുവാണ്? ട്രാൻസ്പാരൻ്റ് ആണ്. ഡിഫ്യൂഷൻ നോട്ട് പോസിബിൾ, ഡിഫ്യൂസസ് സ്ലോലി, ഡിഫ്യൂസസ് റാപ്പിഡ്ലി. ഇത് രണ്ടും നമുക്ക് പിന്നീട് പറഞ്ഞാൽ ഇത് കൊളോയിഡ്സിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നതാണ്. ഇപ്പം നമ്മൾ പറഞ്ഞാൽ ബ്രൗണിയൻ മൂവ്മെൻറ്റ് സൊല്യൂഷനിൽ കാണാൻ പറ്റില്ല, ടിൻഡൽ ഇഫക്റ്റ് കാണാൻ പറ്റില്ല, അതൊക്കെ രണ്ടും കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ പിന്നീട് പ്രോപ്പർട്ടീസ് പറയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കും. ഇത് ഇത്രയും നമുക്കല്ലാതെ പറയാൻ പറ്റുന്നതാണ്. അപ്പോൾ സസ്പെൻഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ പാർട്ടിക്കിൾ സൈസ് ഗ്രേറ്റർ ദാൻ 1000 നാനോമീറ്റർ, can be filtered using ordinary filter paper. The particles settle down under the influence of gravity. It is heterogeneous and opaque. Colloid, the particle size in between 1 nanometer to 1000 nanometer. It is it cannot be filtered by ordinary filter paper but can be filtered by ultra filter paper. The solutions cannot be filtered by ordinary filter paper and ultra filter. Settling, suspension, the particles are settled down under the influence of gravity. Solution does not settle down influence of gravity. കൊളോയിഡ് അങ്ങനെയാണ്, പക്ഷേ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിച്ചാൽ, സെൻട്രിഫിഗേഷൻ ഉപയോഗിച്ചാൽ സെറ്റിൽ ചെയ്യും. അപ്പിയറൻസ്, സസ്പെൻഷൻ ഒപ്പാക്കാണ്, കൊളോയിഡ് ശരിക്കും ട്രാൻസ്ലൂസൻ്റ് ആണ്, സൊല്യൂഷൻ ശരിക്കും ക്ലിയർ ആണ്, ട്രാൻസ്പാരൻ്റ് ആണ്. അത്രയും നിങ്ങൾ ഓർക്കുക. അപ്പോൾ ഇതിനകത്ത് ഇതൊക്കെ നമ്മൾ ഓർത്തിരിക്കുന്നെങ്കിൽ നമ്മൾ കൊളോയിഡിനെ മറന്നു പോകാൻ പാടില്ല. കൊളോയിഡ് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ബിറ്റ്വീൻ 1 നാനോമീറ്റർ ടു 1000 നാനോമീറ്റർ ആണ്. പാർട്ടിക്കിൾ ആരൊക്കെ ആകാമെന്ന് ഞാൻ പറഞ്ഞു. ഒന്നുകിൽ സിംഗിൾ മാക്രോ മോളിക്യൂൾസ് ആകാം, അല്ലെങ്കിൽ ആറ്റംസ് ആകാം, അയോൺസ് ആകാം, സ്മോളർ മോളിക്യൂൾസ് ആകാം, ബട്ട് ദേ ആർ ഇൻ ദി അഗ്രിഗേറ്റഡ് ഫോം. ഇതിനകത്ത് 2 phases ഉണ്ട്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പേർഷൻ മീഡിയം. ദ സബ്സ്റ്റൻസ് വിച്ച് ആർ ഡിസ്പേഴ്സ്ഡ് ഈസ് കാൾഡ് ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ദ മീഡിയം ഇൻ വിച്ച് ദ പാർട്ടിക്കിൾസ് ആർ ഡിസ്പേഴ്സ്ഡ് ഈസ് കാൾഡ് ഡിസ്പേർഷൻ മീഡിയം. നമ്മൾ എക്സാമ്പിൾ ഓർത്തിരിക്കുക, സ്റ്റാർച്ച് സൊല്യൂഷൻ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത് സ്റ്റാർച്ചും ഡിസ്പേർഷൻ മീഡിയം എന്ന് പറയുന്നത് വാട്ടറുമാണ്. ഇതാണ് നമ്മളുടെ കൊളോയിഡ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ 2 കാര്യങ്ങൾ മറക്കരുത്. ഒന്ന്, സൈസ് ഓഫ് ദി പാർട്ടിക്കിൾ 1 നാനോമീറ്റർ ടു 1000 ആണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, 1 നാനോമീറ്റർ എന്ന് പറയുമ്പോൾ ട്രൂ സൊല്യൂഷന് അടുത്ത് നിൽക്കുന്നവരും 1000 നാനോമീറ്റർ എന്ന് സസ്പെൻഷനിൽ അടുത്ത് നിൽക്കുന്നവരും. അപ്പോൾ ഇതിനകത്ത് തന്നെ ഡിഫറൻറ്റ് സൈസ് ഉണ്ട് അല്ലേ, ബിഗർ പാർട്ടിക്കിൾസും ഉണ്ട്, സ്മോളർ പാർട്ടിക്കിൾസും ഉണ്ട്. പിന്നെ ഈ
കൊളോയിഡ്സിനകത്ത് രണ്ട് ഫേസസ് ഉണ്ട്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ആൻഡ് ഡിസ്പെർഷൻ മീഡിയം. അത് മറക്കരുത്. പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ഡിസ്പേഴ്സ്ഡ് ഫേസ് എന്ന് പറയുന്നത്, മീഡിയത്തിനെയാണ് ഡിസ്പെർഷൻ മീഡിയം എന്ന് പറയുന്നത്.